ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ആലപ്പുഴയിലെ മനോഹരിതമായ ബോട്ട് യാത്രയെക്കുറിച്ച് മുഹമ്മ ബോട്ട് ജെട്ടി ഇൻസ്പെക്ടർ സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് സാറ് നമ്മളോടുകൂടി ഈ യാത്രയെക്കുറിച്ച് എക്കണോമിക്കലായിട്ട് എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, എത്രമാത്രം ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട് എന്ന് നമ്മളോട് പറയുകയാണ്. ഷാനവാസിന് സാറിന് നമ്മൾ കൈമാറുകയാണ്. നമസ്കാരം. ഞാൻ സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ മുഹമ്മ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. പേര് ഷാനവാസ്. നമ്മളിവിടെ നിന്ന് 3 സർവീസ് ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 2 എണ്ണം മുഹമ്മ കുമരകം ഫെറി സർവീസാണ്. അത് നമ്മൾ ഏകദേശം 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള വേമ്പനാട്ടുകായലിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗത്ത് നടത്തുന്ന സർവീസാണ്. 9 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. 45 മിനിറ്റാണ് യാത്ര. ആ യാത്ര നമുക്ക് കൂടുതലും സ്ഥിരം യാത്രക്കാരുണ്ട് എങ്കിൽ പോലും ഈ വേമ്പനാട്ടുകായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വരുന്ന നിരവധി സഞ്ചാരികളുമുണ്ട്. അപ്പോൾ ഒരു ചെറിയ തുകയാണ് നമ്മളതിന് ഈടാക്കുന്നത്. വെറും 16 രൂപയ്ക്കാണ് നമ്മൾ വൺ സൈഡ് അതിൻ്റെ യാത്രാ ചാർജ് 16 രൂപ മാത്രമാണ്. കൂടാതെ 2 വീലർ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. 2 വീലറിന് 25 രൂപ ടിക്കറ്റേ ഉള്ളൂ. 20 രൂപയ്ക്ക് നമുക്ക് 2 വീലർ കൊണ്ടുപോകാം. അപ്പോൾ വേമ്പനാട്ടുകാലിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗത്തുള്ള ഈ സഞ്ചാരം ഒത്തിരി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ 32 രൂപയ്ക്ക് നമുക്ക് വേമ്പനാട്ടുകായൽ മൊത്തം കണ്ട് തിരികെ വരാവുന്ന ഒരു സംവിധാനമുണ്ട് സർക്കാരിൻ്റെ സർവീസ് ബോട്ടിൽ. ഇത് കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും 11:30 മണിയാപറമ്പിലേക്ക് ഒരു ബോട്ട് പോകുന്നുണ്ട്. ആ മണിയാപറമ്പിലേക്ക് പോകുന്ന ബോട്ട് വേമ്പനാട്ടുകായലിലൂടെ പോയി ചെറിയ കനാലുകളിലൂടെ സഞ്ചരിച്ചാണ് മണിയാറിലെത്തുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് നമുക്ക് 20 രൂപയെ ടിക്കറ്റ് ചാർജ് ആകുന്നുള്ളൂ. അപ്പോൾ 40 രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോയി തിരികെ വരാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് മണിയാപറമ്പിൽ നിന്നും ചീപ്പിങ്ങിൽ നിന്നും ഒക്കെ രാവിലെ നമുക്ക് പാതിരാമണിലേക്ക് എത്താൻ സാധിക്കും. അതിന് 40 രൂപ ടിക്കറ്റ് ചാർജിൽ മണിയാപറമ്പിൽ നിന്ന് ചീപ്പിങ്ങിൽ നിന്നൊക്കെ രാവിലെ നമുക്ക് പാതിരാമണിലെത്താൻ പറ്റും. രാവിലെ 8:45 മണിയാപറമ്പിൽ നിന്ന് പുറപ്പെടുക. ഒരു 9:30 ആകുമ്പോഴത്തേക്കും ചീപ്പിങ്ങിൽ എത്തും. ഈ ബോട്ട് പാതിരാമണിയിൽ യാത്രക്കാരെ ഇറക്കിയിട്ട് തിരികെ ഇവിടുന്ന് 11:30 പുറപ്പെടുന്ന ബോട്ടാണ് ഇവർ തിരികെ എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം അത്രയും സമയം ഇവർക്ക് പാതിരാമണി ചിലവഴിക്കാനുള്ള സൗകര്യമുണ്ട്. ആ മേഖലയിൽ നിന്നുള്ളവർക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് പാതിരാമണിയിലേക്ക് സ്പെഷ്യൽ ബോട്ടുണ്ട്. ആ ബോട്ടിന് നമുക്ക് ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 80 രൂപയാവുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ 80 രൂപയാവുള്ളൂ. മുഹമ്മയിൽ നിന്നാണ് അത് പുറപ്പെടുക. അത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമുക്ക് ആ ബോട്ട് ലഭ്യമാണ്. അപ്പോൾ നല്ല സ്പീഡുള്ള ബോട്ടാണ്. നമുക്ക് പാതിരാമണിയിൽ പോയി അവിടുന്ന് അത്യാവശ്യം കാഴ്ചകൾ കണ്ടിട്ട് തിരികെ വരുന്നതിന് ഒരാൾക്ക് 80 രൂപയാകുകയുള്ളൂ. ആ ഒരു സാധ്യതയോടെ ഉപയോഗിക്കാം. കൂടാതെ തന്നെ വാട്ടർ ടാക്സി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ 2 ബോട്ടുകളേ ഉള്ളൂ. അതിലൊരു ബോട്ട് നമ്മുടെ മുഹമ്മയിലാണ് ഉള്ളത്. ഒരു ബോട്ട് കണ്ണൂർ ജില്ലയിലെ പരസ്നിക്കടവാണ് ഉള്ളത്. വാട്ടർ ടാക്സി പ്രത്യേകത എന്ന് വെച്ചാൽ സ്വീഡനിൽ നിർമ്മിച്ച എഞ്ചിനാണ് അതിൻ്റെ അകത്തെ ലൈറ്റുകളും ഫാനുകളും എല്ലാം പ്രവർത്തിക്കുന്നത് സോളാറിലാണ്. പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു ബോട്ടാണത്. അതിലെ യാത്ര എന്ന് പറയുന്നത് പ്രത്യേക അനുഭവം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള മറ്റു പല ബോട്ടിലും ഹൗസ് ബോട്ടിലായാലും സ്പീഡ് ബോട്ടിലായാലും യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഈ വാട്ടർ ടാക്സി യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ അതിൻ്റെ ബുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഈ മുഹമ്മ സ്റ്റേഷനിൽ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ യാത്രയും ഈ പറയുന്ന പാതിരാമണി യാത്രയ്ക്ക് ഈ ടിക്കറ്റ് ചാർജ് തന്നെ ആകുന്നുള്ളൂ. കൂടാതെ 1 മണിക്കൂർ യാത്രയ്ക്ക് 1500 രൂപ നിരക്കിൽ 1 മണിക്കൂർ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ 1500 രൂപ 1 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഒരു ബോട്ട് സഞ്ചരിക്കുന്ന 3 ഇരട്ടി സ്പീഡിലാണ് ഈ ബോട്ട് സഞ്ചരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം കാഴ്ചകൾ കണ്ട് തിരികെ വരാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ചിലവ് കുറഞ്ഞ പദ്ധതികളൊന്നും പൊതുജനങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ളത് ആണ് ഒരു ദുഃഖകരമായ കാര്യം. കാരണം എന്ന് വെച്ചാൽ വേമ്പനാട്ടുകായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും പാതിരാമണിയിലെ സൗന്ദര്യം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ സർക്കാർ സംവിധാനങ്ങൾ അറിയാത്തതുകൊണ്ട് ഒന്നെങ്കിൽ വലിയ തുക മുടക്കിയിട്ട് അവരുടെ ആഗ്രഹം സാധിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികം അത്രയും ഇല്ലാത്തത് കൊണ്ട് അവരെ ആഗ്രഹം മാറ്റിവെക്കുന്ന അവസ്ഥയുള്ളത്.
പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ വേമ്പനാട്ടുകാലിൻ്റെ സൗന്ദര്യവും കുമരകത്തിൻ്റെ സൗന്ദര്യം ആലപ്പുഴയുടെ സൗന്ദര്യം എല്ലാം ആസ്വദിക്കാനുള്ള സംവിധാനം സർക്കാർ മേഖലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നായാലും വേഗ ബോട്ട്, അതുപോലെ സീ കുട്ടനാട് തുടങ്ങിയ ബോട്ടുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് മണിക്കൂറോളം യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. ഒരു 5 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് വേഗ ബോട്ടിൽ 500 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സീ കുട്ടനാട് എന്ന ബോട്ടിൽ 60 രൂപയ്ക്ക് കുട്ടനാട് സൗന്ദര്യം മൊത്തം കാണാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പം പൊതുജനങ്ങൾ ഈ സാധ്യതകൾ മനസ്സിലാക്കി കൂടുതൽ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കണമെന്നുള്ളൊരു റിക്വസ്റ്റാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്. ഹലോ, ഇത്രയൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കായൽ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ആലപ്പുഴയിലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ബോട്ട് ജെട്ടിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് യാത്രകൾ നടത്തി നമ്മുടെ സഞ്ചാരങ്ങളും യാത്രകളും ആനന്ദകരമാക്കാം. ഇതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ചാനലിലൂടെ ഈ ഓരോ യാത്രകളും എത്രയൊക്കെ മധുരതരമാക്കാം എന്ന് ഞാൻ വിവരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ വേമ്പനാട്ട് പാതിരാമണലിലേക്ക് ഒരു യാത്ര കൂടെ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നതാണ്. താങ്ക് യു.